ഇന്ന് നമുക്ക് വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാം. ചപ്പാത്തിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഈ ഒരു കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കറി തേങ്ങയെല്ലാം ചേർത്തിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക, അതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ബേ ലീഫ്, ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് കളർ മാറി വരുമൊന്നും വേണ്ട, ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. 1 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത്, 1 ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയത്, 8 ബീൻസ് കഷ്ണങ്ങളാക്കിയത്. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു വെജിറ്റബിൾസ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും പൊടികൾ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഈ ഒരു പച്ചക്കറി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് വെള്ളം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വേവിച്ചെടുത്താലും മതി. പക്ഷേ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പച്ചക്കറിയെല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഞാനിവിടെ 15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെള്ള കസ്കസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്കിത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല, പൊതുവെ ചേർക്കാറുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 തക്കാളിയാണ്, തക്കാളി കഷ്ണങ്ങളാക്കിയത്. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ 1 ടീസ്പൂൺ നല്ല ജീരകം. ഈ 2 ജീരകവും ഓരോ ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലും ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നേരത്തെ നമ്മൾ വെജിറ്റബിൾ വേവിക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങയിലേക്കും 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നല്ല വണ്ണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ വെജിറ്റബിൾസിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഈ ഒരു വെജിറ്റബിൾസിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ റൊട്ടിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.